എല്ലാ കാലവും തലസ്ഥാനം പിടിക്കുന്നവർ ബാക്കിയുള്ള സ്ഥാനവും പിടിക്കും. ഇതാണ് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം. ഇപ്രാവശ്യം അങ്ങനെ തന്നെ വരാൻ പോകുന്നു. തലസ്ഥാനം UDF പിടിക്കും, അതിൻ്റെ ഭാഗമായി കേരളം UDF പിടിക്കും. തലസ്ഥാനത്ത് വളരെ വലിയ മത്സരമാണ് നടക്കുന്നത്. കടുകട്ടി ത്രികോണ മത്സരമാണ് നടക്കുന്നത്. നമുക്ക് തലസ്ഥാന ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ ഒരു ഓട്ടപ്രദർശനം നടത്തേണ്ടത് ആവശ്യമുണ്ട്. എല്ലാ 14 ജില്ലകളിൽ ഇതുപോലെ നമുക്ക് ഓട്ടപ്രദർശനം നടത്താൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. അങ്ങനെ 14 വീഡിയോ ചെയ്യാനുള്ള ദിവസവും നമുക്കില്ല. അതുകൊണ്ട് അങ്ങനെ പോകാൻ കഴിയില്ല. പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട ജില്ലകൾ, ഇപ്പോൾ കണ്ണൂർ ജില്ലയെക്കുറിച്ച് അങ്ങനെ ഒരു ഓട്ടപ്രദർശനം നടത്തിയിട്ട് കാര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോട്ടയാണ്. പിന്നെ മലപ്പുറം എന്ത് ഓട്ടം നടത്താൻ ലീഗിനുള്ളതാണ് കോട്ട. ഇങ്ങനെ പല ജില്ലകളിൽ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല, ഒന്നും സംഭവിക്കും. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അങ്ങനെ പല ജില്ലകളും നമ്മൾ തൃശ്ശൂർ ഒക്കെ ഓടേണ്ടതുമുണ്ട്. അതിൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുകൂടെ ഓടിയാൽ പാറശാല മുതൽ ഏകദേശം വാമനപുരം വരെ നമുക്ക് ഓടേണ്ടി വരും. അങ്ങനെ ഓടിയാൽ നമുക്ക് കിട്ടുന്ന 14 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് കോവളം എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ UDFനുണ്ടായിരുന്നത് വിൻസെൻ്റ്. ബാക്കി 13 മണ്ഡലങ്ങളും LDFനായിരുന്നു. പ്രത്യേകിച്ച് CPMനും CPIക്കുമാണ്, വേറെ പാർട്ടികളുമില്ല. അതിൽ അവർ 13 പേരും ജനപ്രിയരായിട്ടുള്ള MLAമാരുമാണ്. എന്നാൽ മത്സരം കടുത്താണ് മാറുന്നത്. എവിടെയാണ് കടുപ്പം കൂടിയത്, എവിടെയാണ് കടുപ്പം കുറഞ്ഞത്, എവിടെയാണ് ഈസി വാക്ക് ഓവർ? ഏറ്റവും കൂടുതൽ കടുപ്പമുള്ളത് നേമത്ത് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഒരു പ്രാവശ്യം BJPക്ക് കിട്ടിയ സ്ഥലം എന്നുള്ളത് കൊണ്ടും 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും BJPക്ക് അപ്പർ ഹാൻഡ് കിട്ടിയെന്നും ഉള്ള കാര്യത്താലും കോർപ്പറേഷൻ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടിംഗ് പാറ്റേൺ BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലയിൽ ആദ്യത്തെയും അവസാനത്തെയും മത്സരത്തിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സ്ഥലം നേമം തന്നെയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന് ഒരു അപ്പർ ഹാൻഡുണ്ട്. അത് അപ്രമാദിത്വ ഹാൻഡല്ല, പക്ഷേ ഒരു എഡ്ജ് രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. അടുത്ത തിരുവനന്തപുരത്ത് വലിയ ത്രികോണ മത്സരം നടക്കുകയും ബലാബലം 3 പേര് നിൽക്കുകയും അത്ഭുതങ്ങൾ സംഭവിച്ചാലും ഇല്ലെങ്കിലും മുരളീധരൻ NDA BJPയുടെ മുരളീധരൻ ജയിക്കാൻ സാധ്യതയുള്ള കഴക്കൂട്ടമാണ്. പിന്നെ കടകംപള്ളി സുരേന്ദ്രനും ശരത്ചന്ദ്ര പ്രസാദുമാണ് പിന്നെ മത്സരിക്കുന്ന കാൻഡിഡേറ്റുകൾ UDFനും LDFനും ഒക്കെ വേണ്ടി. അതിൽ വളരെ കൃത്യമായി മുരളീധരൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സകല സർവേകളിലും കഴക്കൂട്ടം മുരളീധരന് മാറ്റിവെക്കുകയാണ്. പിന്നെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള വളരെ വലിയ മത്സരം നടന്നത് വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവ് K മുരളീധരനും ശ്രീലേഖ IPSും പ്രശാന്തുമായിട്ടാണ് മത്സരം VK പ്രശാന്തുമായിട്ടാണ്. അതിൽ K മുരളീധരൻ്റെ പേരാണ് കേൾക്കുന്നത്. K മുരളീധരൻ ജയിച്ചാൽ മന്ത്രിയുമാകും. പിന്നെ തിരുവനന്തപുരത്തുള്ള വളരെ പ്രധാനപ്പെട്ട ടൈറ്റ് മത്സരം നടക്കുന്നത് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിലും തിരുവനന്തപുരം സെൻട്രലാണ്. അതൊരു ഹൈന്ദവ മണ്ഡലമാണ്, എന്നാൽ ക്രിസ്ത്യാനികളും ധാരാളമുണ്ട്. അവിടെ CP ജോൺ മത്സരിക്കുന്നു. CP ജോൺ ജയിക്കാനാണ് സ്ലൈറ്റ് എഡ്ജ് CP ജോണിനുണ്ട്. പക്ഷേ കരമന ജയൻ ശക്തമായ സാന്നിധ്യമായി തിരുവനന്തപുരം സെൻട്രലിൽ ഉണ്ട്. നേരെ തെക്കോട്ട് വെച്ച് പിടിച്ചാൽ പാറശാല ഹരീന്ദ്രൻ തന്നെ വീണ്ടും ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അതേസമയം നെയ്യാറ്റിൻകര എത്തിയാൽ അതിശക്തമായ മത്സരമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. നാടാർ കൺസോൾട്ടേഷൻ നടന്നാൽ ശക്തൻ ജയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നേരെ കാട്ടാക്കടയ്ക്ക് ഇറങ്ങിയാൽ MR ബൈജു ശക്തമായ മത്സരം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയങ്കഴി വേണുഗോപാലിനേക്കാൾ നല്ല മത്സരമാണ് കാഴ്ചവെച്ചു എന്നാണ് ഫീൽഡ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ MR ബൈജു ജയിച്ചാലും അത്ഭുതമില്ല. എന്നാൽ MR ബൈജുവിനെ IB സതീഷിനെ CPMൻ്റെ LDFൻ്റെ IB സതീഷിനെ മട്ടിമറിച്ചുകൊണ്ട് നിരന്തരം 3-4 പ്രാവശ്യമായി അവിടെ തോൽക്കുകയാണെങ്കിലും വോട്ട് പാറ്റേൺ കൂട്ടിക്കൊണ്ടിരിക്കുന്ന PK കൃഷ്ണദാസ് അവിടെ ജയിക്കുമോ? പ്രത്യേകിച്ച് നാടാർ കമ്മ്യൂണിറ്റിയിലൊരു സ്പ്ലിറ്റ് ഉണ്ടായാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. നാടാർ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടൂടെ കിട്ടി PK കൃഷ്ണദാസ് ജയിക്കുമോ? കടുത്ത മത്സരമാണ് കാട്ടാക്കടയിൽ നടക്കുന്നത്. നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നെടുമങ്ങാട് GR അനിലാണ് മത്സരിക്കുന്നത്. CPIയുടെ അദ്ദേഹം ജയിക്കാനാണ് സാധ്യതയുള്ളത്. മീനാങ്കൽ കുമാറിന് വലിയ മത്സരം ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഗോകുൽരാജിനും BJPയുടെ ഗോകുൽരാജിനും വലിയ മത്സരം ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. പരമ്പരാഗതമായതൊരു CPI മണ്ഡലമാണ്. മാങ്കോട് രാധാകൃഷ്ണൻ, KV സുരേന്ദ്രനാഥ്, അങ്ങനെ നബീസ ഉമ്മാൾ, അങ്ങനെ CPMകാർ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് അത് നെടുമങ്ങാട് എഴുതി തള്ളേണ്ടി വരും. അത് LDFന് തന്നെ പോകാനാണ് സാധ്യതയുള്ളത്. നേരെ ആറ്റിങ്ങലിലേക്ക് ചാടിയാൽ ആറ്റിങ്ങലിൽ കടുകട്ടി മത്സരമാണ് നടക്കുന്നത്. BJPയുടെ സുധീർ വലിയ മത്സരമാണ് ഉയർത്തുന്നത്. എങ്കിലും ഒരു LDF അപ്പർ ഹാൻഡുമുണ്ട്. ചിലപ്പോൾ UDFും ജയിച്ചേക്കാം, സുധീറും ജയിക്കാം. നേരെ ചിറയൻകീഴ് പോയാൽ മനോജ് ആണ് അവിടെ മത്സരിക്കുന്ന ഒരാൾ. രമ്യ ഹരിദാസുമാണ്. മനോജിനാണ് അപ്പർ ഹാൻഡ്. എല്ലാ കാലത്തും അവിടെ CPMന്
CPI ആണ് കാലാകാലങ്ങളായി മത്സരം. വി ശശിയായിരുന്നു അവിടുത്തെ MLA, ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിരുന്നു. വലിയ അപ്പർ ഹാൻഡ്, പ്രത്യേകിച്ച് അവിടുത്തെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ വലിയ അപ്പർ ഹാൻഡ് ഉണ്ട്. ആ കമ്മ്യൂണിറ്റിക്കകത്തൊരു അത്ഭുതം നടന്നാൽ മാത്രമേ അവിടെ എന്തെങ്കിലും പൊട്ടിത്തെറിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. നേരെ നമ്മൾ വാമനപുരത്ത് പോയാൽ സുധീർ ഷാ വലിയ മത്സരമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ 1970 ശേഷം കഴിഞ്ഞ 50 വർഷങ്ങൾക്കിടയിൽ അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് TK മുരളിയുടെ വിജയരഹസ്യവും അപ്പർ ഹാൻഡുമായി നിൽക്കുന്നത്. പക്ഷേ സുധീർ ഷായ്ക്ക് എല്ലായിടത്തും ഓടിയെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവർക്കും പരിചയപ്പെടുത്താനൊന്നും കഴിഞ്ഞില്ല എന്നുള്ള പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും സുധീർ ഷാ വലിയ വെല്ലുവിളിയാണ് അവിടെ ഉയർത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വർക്കലയിൽ ജോയി വലിയ മത്സരത്തെയാണ് ഇപ്രാവശ്യം നേരിടുന്നത്. വളരെ വലിയ മത്സരമാണ്. കഹാറും അതുപോലെ തന്നെ അവിടെ സ്മിത എന്ന് പറയുന്ന വിശ്വംഭരൻ എന്ന് പറയുന്ന നേരത്തെ CPM-ലുണ്ടായിരുന്ന വിശ്വംഭരൻ്റെ മകൾ സ്മിത വിശ്വംഭരനും കൂടെ BJPക്ക് അവർ വലിയ ഒരു മത്സരമാണ് അവിടെ ഉയർത്തി കാണിച്ചിരിക്കുന്നത്. വലിയ ഒരു കട്ടിയായിട്ടുള്ള മത്സരമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്കലയിൽ തുടങ്ങി. വർക്കല, വാമനപുരം, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, കഴക്കൂട്ടം, പിന്നെ തിരുവനന്തപുരം സെൻട്രൽ, പിന്നെ അത് കഴിഞ്ഞ് വട്ടിയൂർക്കാവ്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നെടുമങ്ങാട്, ഇനി അരുവിക്കരയിലും വളരെ വലിയ മത്സരമാണ് നടന്നിരിക്കുന്നത്. ശിവകുമാർ ജയിച്ചാലും അത്ഭുതമില്ല, അട്ടിമറി നടന്നാൽ അത്ഭുതമില്ലാത്തൊരു മത്സരമാണ്. സ്റ്റീഫനും CPM-ൻ്റെ സ്റ്റീഫനും കോൺഗ്രസിൻ്റെ VS ശിവകുമാറും തമ്മിലാണ് മത്സരം നടന്നിരിക്കുന്നത്. പിന്നെ നേരെ നമ്മൾ പോകുന്നത് കാട്ടാക്കടയാണ്, സൂചിപ്പിച്ചു. അവിടെ നിന്ന് നമ്മൾ പോയാൽ പിന്നെ ഉള്ള മണ്ഡലം എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര, പാറശാല, അത് കഴിഞ്ഞ് നേരെ കോവളം, പിന്നെ നേമത്തെത്തി. നമ്മൾ നേമത്ത് തുടങ്ങി നേമത്തെത്തുന്നു. ഇതിൽ ഇപ്രാവശ്യം തലസ്ഥാനം തീരുമാനിക്കുന്നവരാണല്ലോ കേരളം തീരുമാനിക്കുന്നതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 1-13 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 3, 6, 3, 10, 3 അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ഒരു 5-6 സീറ്റെങ്കിലും UDF പിടിക്കാൻ സാധ്യതയുണ്ട്. 2-3 സീറ്റ് BJP പിടിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 3-4 സീറ്റിലേക്ക് LDF ഒരുങ്ങും. ആ ഒതുക്കമാണ് കാസർഗോഡ് വരെയുള്ള UDF-ൻ്റെ തേരോട്ടത്തിന് കാരണഭൂതമാകുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ UDF പിടിക്കുന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് നമ്മൾ അവതരിപ്പിച്ചത്. തലസ്ഥാനം ആര് പിടിക്കും, അതനുസരിച്ച് വാലി വരെയുള്ള സ്ഥാനങ്ങൾ ആളുകൾ പിടിക്കും. ഇവിടെ തലസ്ഥാനം UDF പിടിക്കും, BJPയും തലസ്ഥാനത്ത് സീറ്റുകൾ ഉറപ്പിക്കും. അതുകൊണ്ട് തന്നെ LDF തലസ്ഥാനത്ത് നിന്ന് മാറുന്നതിനനുസരിച്ച് സെക്രട്ടേറിയറ്റിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനവും പിണറായി വിജയനിൽ നിന്ന് നഷ്ടമാകുക തന്നെ ചെയ്യും.